Assalamualaikum warahmatullahi wabarakatuh. Madinah Raudhah Munawwarah Indi Urang. സഞ്ചാരത്തിൻ്റെ യാത്രയിൽ 3-ാം ദിവസമായ ഇന്ന് നമ്മൾ പോകുന്നത് മദീനയിലേക്കാണ്. മദീന യാത്രയിൽ ശക്തമായ മഴയും കാറ്റും ഇടിയുമൊക്കെ ഉണ്ടായിരുന്നു. ഈ യാത്ര തുടർന്ന് നമ്മൾ എത്തിയത് മദീന പള്ളിയിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയായി ഖുർആൻ പ്രിന്റ് ചെയ്യുന്ന കിങ് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഖുർആൻ ഫ്രീ ആയി നൽകും. ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാഷും കൊടുക്കാതെ, ഒരു റിയാല് പോലും കൊടുക്കാതെ ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് പല അളവിലുള്ള മുസ്ഹഫുകൾ നമുക്ക് ലഭിക്കും. കുട്ടികൾക്ക് ചെറിയ മുസ്ഹഫും, വലിയവർക്ക് പ്രായം ചെന്നവർക്ക് വലിയ മുസ്ഹഫും, അതിന്റെ ഇടയിൽ പ്രായമുള്ളവർക്ക് സാധാ മുസ്ഹഫും അവിടെ കൊടുക്കും. ഈ ഖുർആൻ പ്രസ് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണ കാര്യമല്ലേ, ഏറ്റവും സന്തോഷമല്ലേ, കാര്യമാവോ താലിബിനും സമ്മതമല്ലേ, സമ്മതമല്ലേ. കേട്ടിട്ടില്ലേ പാട്ട്? കേൾക്കാത്തവരുണ്ടാവില്ലല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ആവശ്യാർത്ഥം ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകണ്ടായില്ലേ? അവർ ഉത്തരവിധങ്ങളെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഉത്തരവിധങ്ങൾ അയച്ച സമയത്ത് സാധാരണ അവർ കച്ചവടത്തിന് പോകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാത്തതിന് മുമ്പ് ഖദീജയുടെ കച്ചവടത്തിന് ഇങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഉത്തരവിധങ്ങൾ കൂടെ ഉണ്ടാകും ഒരുപാട് പ്രത്യേകതകൾ കാണുന്നു. ഈ സഞ്ചാരത്തിലെ ഈ യാത്രയിൽ നമ്മൾ ഓരോ ചരിത്രങ്ങളും ശരിക്ക് പഠിച്ച് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര തന്നെയാണെന്ന് പറയാം. നമ്മുടെ യാത്രയിലെ ഓരോ സ്ഥലത്തെയും ചരിത്രങ്ങൾ അവർ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഏത് സ്ഥലത്താണോ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങളും അതിന്റെ വർഷവും ഹിസ്റ്ററികളെല്ലാം നമുക്ക് വിശദമായി തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ സംശയങ്ങളും അവരോട് ചോദിച്ചുകൊണ്ട് അതിന്റെ സംഭവങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ച് അവർ തരും. ഈ കാണുന്ന കിണർ, ഇതിന്റെ പേര് ബിർ ഫഖീർ എന്നാണ്. ബിർ സൽമാനുൽ ഫാരിസ് എന്നും ഈ കിണറിന് പേരായിട്ടുണ്ട്. ഇത് പറയാനുള്ള കാരണം ഫഖീർ എന്ന് പറയുന്നത് പാവപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഫഖീർ അല്ല. തഫ്ഖീർ എന്ന് പറയുന്ന കുടിച്ചെടുത്തു എന്ന് അർത്ഥം വരുന്ന ആ അർത്ഥത്തിലുള്ള ഫഖീർ എന്നാണ് ഈ കിണറിന് പേരായിട്ട് ലഭിച്ചത്. ഏതായാലും മഹാനവറുകൾ തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് മഹാനവറുകൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സ്ഥലം, അതുപോലെ തന്നെ ആ തോട്ടത്തിന് ആവശ്യമായ വെള്ളം എടുത്തിരുന്ന സ്ഥലം, ആ കിണറാണ് ഈ കാണുന്ന കിണർ. മഹാനവറുകൾ ഇവിടെ നിന്ന് അതാണ് തോട്ടം. ആ തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. വിശ്രമിക്കാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. ഈ കിണറിലെ വെള്ളം ഇപ്പോഴും അവിടെ കിട്ടും. അവിടെ നിന്ന് ഒന്ന് വെള്ളം കുടിച്ച് അങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങോട്ട് വരിക. ബാക്കി ചരിത്രം നമുക്ക് അവിടെ നിന്ന് പറയാം. നമ്മുടെ കൂടെ യാത്ര തുടർന്ന അവരെയൊക്കെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് അവർ എവിടെ നിന്നാണ് വന്നത്, അവർ വന്നിട്ട് നമ്മുടെ യാത്രയിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് അവർക്ക് ഉണ്ടായത് ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം. നിങ്ങളുടെ പേരെന്താണ്? അബ്ദുൽ ലത്തീഫ് സക്കാഫിയാണ്. മുസ്തഫ ഫൈസി. നിങ്ങള് എവിടുന്നാണ് ഉംറക്ക് വന്നത്? ഞങ്ങള് ജോയിൻ ചെയ്ത് റിയാദിൽ നിന്നാണ്. ഞങ്ങൾ ഈ ഒരു സൗകര്യം ഉണ്ടാവുന്ന പ്രത്യേകം കണക്ക് കൂട്ടിയാണ്ടാണ് ഞങ്ങൾ ഉംറ വിസ എടുത്തെങ്കിലും ഞങ്ങൾക്ക് അമീറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളെ ICFന്റെ കീഴിൽ ഖുദ്സ് ട്രാവൽസ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതുകൊണ്ട് അവിടെ വന്നാൽ സൗകര്യത്തിൽ പോരാൻ പറ്റുമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ അന്ന് നോക്കുമ്പോൾ വളരെ റാഹത്താണ്. വളരെ ഉഷാറെന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചം എന്ന് തന്നെ പറയണം. ഓരോ വിഷയത്തിനും വളരെ ഗഹനമായ പഠിച്ച് അവതരിപ്പിക്കുന്ന ക്ലാസ്സുകളും നല്ല തന്ത്രപരമായ കൺട്രോളും ഒക്കെ ആകുമ്പോൾ വളരെ ഉഷാറായിട്ട് സെറ്റപ്പാണ്.
അതേ രൂപത്തിൽ തന്നെ ഉസ്താദ് പറഞ്ഞ രൂപത്തിൽ എനിക്ക് പറയാനുള്ളത്. പക്ഷെ എങ്കിലും എൻ്റെ സീറ്റിൽ അടുത്തൊരാളിരുന്നായിരുന്നു. അത് പറയുന്നത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഒരു യാത്ര ആദ്യമായിട്ടാണ്. ഉസ്താദിൻ്റെ അവസരോചിതമായിരിക്കുന്ന അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, റസൂലുള്ളാഹിയുടെ ഹദീസാണ്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ, അവസരോചിതമായിരിക്കുന്ന ഇൽമാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന്. ഓരോ സന്ദർഭത്തിലും ഓരോ മക്കാമിലേക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടുത്തെ അയക്കുന്ന ചര്യകൾ, അവിടുത്തെ ചരിത്രങ്ങൾ, അവിടുത്തെ അയക്കുന്ന എല്ലാതും നല്ല വിശകലമായിട്ട് നല്ല വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന തോതിൽ ഉസ്താദ് അവതരിപ്പിച്ചു. വല്ലാത്തൊരു സന്തോഷമായിരിക്കുന്നത്. നാട്ടിൽ നിന്ന് അവിടെ വരുമ്പോ ഒരു 15 ദിവസത്തെ സർവീസിലാണ് നമ്മൾ പാക്കേജാണ് വരിക. നിങ്ങളിപ്പോ ഇവിടുന്ന് വന്നത് ഏകദേശം 5 ദിവസത്തെ. ഇതും അതിൽ താരതമ്യം ആ ഒരു 15ഉം ഈ 5ഉം നോക്കുമ്പോൾ ഇത് വലിയൊരു ഇതാണ്, വല്ലാത്തൊരു വിശാലമായിരിക്കുന്ന ഒരു പല ചരിത്ര പോയിന്റുകളും നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ 15 ദിവസത്തിൽ നമ്മൾ എത്താത്ത സ്ഥലത്തും കൂടി ഈ 5 ദിവസത്തിലുള്ള പാക്കേജിൽ എത്തുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് കൂടുതൽ ജമാഅത്തിനും കൂടുതൽ ഇത്തികാഫ് ഇരിക്കാനും ദിവസങ്ങൾ കിട്ടുന്നുള്ളതാണ് 15 ദിവസം. പക്ഷെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയത്തിലും ഈ 5 ദിവസം കൊണ്ട് എത്തിക്കുക എന്നുള്ളത്, ഇത്രയും ഓട്ടത്തിന്റെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു സാഹസം തന്നെയാണ് അമീർമാർ നിർവഹിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷകരമായിരിക്കുന്ന ഒരു യാത്രയായിരുന്നു. എല്ലാ നിലക്കും ആത്മീയമായിട്ട് യാത്രയിലും അതുപോലെ റൂം കാര്യങ്ങളും ഫുഡിന്റെ കാര്യം ഭയങ്കര ഒരു ഇത് തന്നെയാണ്. കേരള ഫുഡ് നല്ല ഉഷാറായി. അൽഹംദുലില്ലാഹ്. നല്ല സർവീസ് ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നിങ്ങള് എവിടുന്നാണ് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്? ഞങ്ങൾ ശരിക്കും ഖത്തറിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഖത്തറിൽ നിന്ന് ഫ്ലൈറ്റിന് വന്നിട്ട് മക്കത്തിൽ നിന്ന് ഗ്രൂപ്പിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത്. എങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ പുതുസിന്റെ സർവീസ്? പുതുസിൻ്റെ സർവീസ് വളരെ നല്ല സർവീസാണ് നമുക്ക് അനുഭവപ്പെട്ടത്. എല്ലാ രീതിയിലും സർവീസുകൾ ഉസ്താദിൻ്റെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിലും ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ച് പല എന്താ പറയുക പല രീതിയിൽ നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഉസ്താദാണിൻ്റെ മേൽനോട്ടം വളരെ നന്നായിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെട്ടത്. പുതുസിന്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. അതെ 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 റൂം കാര്യങ്ങൾ അല്ല കുഴപ്പമില്ല. റൂം അത്യാവശ്യം മോശമില്ലാത്ത റൂമും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ തന്നെ ഇരുന്നുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഫുഡും കാര്യങ്ങളൊക്കെ. നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് കബീർ. നിങ്ങളെ പേരെന്താ? ഷറഫ്. നാട്ടിലെവിടെയാണ്? കോട്ടക്കല. ഖത്തറിനാണ് ഞങ്ങൾ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷോൾഡറിലുള്ള നുബുവത്തിന്റെ സീലാണ്. സദക്കയും ഹദിയയും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്, സദക്ക എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. ഏറ്റവും നിർബന്ധമാക്കപ്പെട്ട സദക്കയാണ് സക്കാത്ത്. അതുകൊണ്ടാണ് സക്കാത്ത് എന്നതിന്റെ അർത്ഥം ഫുഖഹാക്കൾ നൽകുന്നത് നമ്മുടെ സമ്പത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബനു ഹാഷിം ബനു മുത്തലിബ് ഗോത്രക്കാർക്ക് സദക്ക നൽകാൻ പാടില്ല. കാരണം നമ്മുടെ സമ്പത്തിന്റെ ചേറ് പേറേണ്ടവരല്ല അവര് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് സ്വതക്ക നൽകാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്വതക്ക നബി തങ്ങൾക്ക് കൊടുത്താൽ സ്വീകരിക്കുകയില്ല, എന്നാൽ ഹദിയ കൊടുത്താൽ സ്വീകരിക്കും. ഹദിയ എന്ന് പറയുന്നത് ഒരാളെ ആദരിച്ച് ബഹുമാനിച്ച് നൽകുന്ന സംഗതിക്കാണ് ഹദിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അടയാളം തന്റെ ഷോൾഡറിലുള്ള നുബുവത്തിന്റെ സീലാണ്. ഈ 3 അടയാളങ്ങളെയും അന്വേഷിക്കണം. മഹാനവറുകൾ പലയിടങ്ങളിലും പണിയെടുത്ത് അവസാനം അടിമച്ചന്തയിൽ നിന്ന് വിൽക്കപ്പെട്ട് മദീനയിൽ നിന്ന് അദ്ദേഹത്തെ ഒരു ഉടമ വാങ്ങുകയും അങ്ങനെ അദ്ദേഹം മദീനയിലെത്തുകയുമാണ്. മദീനയിലെത്തിയിട്ട് ഈ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഉടമയ്ക്ക് വേണ്ടിയിട്ട് തോട്ടത്തിൽ ഒരുപാട് കാലം ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്നതിനിടക്ക് ഒരു ദിവസം ഈത്തപ്പനത്തോട്ടത്തിൽ നിന്ന് അദ്ദേഹം ഒരു ഇപ്പോൾ നാം ഈ നിൽക്കുന്നത് പ്രവാചകൻ നട്ടുപിടിപ്പിച്ച ഈത്തപ്പന തോട്ടങ്ങളാണ്. അജുവ എന്ന ഈത്തപ്പഴം ഈ ഒരു തോട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. സൽമാനുൽ ഫാരിസ് എന്ന പ്രവാചകനെ കാണാൻ വേണ്ടി ഒരുപാട് വർഷം കാത്തിരുന്ന് കണ്ട ഒരു സ്ഥലമാണ് ഈ തോട്ടം. മുസ്ലിമായിരുന്നില്ല. യുദ്ധം നടക്കുന്ന ഉറപ്പായപ്പോ ഇവിടെ വെച്ച് തിരിച്ചുപോയി. നടക്കുന്ന ഉറപ്പായപ്പോൾ തിരിച്ചുപോയി. ബാക്കി 700 ആൾക്കാരായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അതിൽ 70ഓളം സ്വഹാബത്ത്, അബ്ദുല്ലാഹി ബിൻ ജഹ്ശ്, മുസ്അബ് ബിൻ ഉമൈർ തുടങ്ങിയ പ്രമുഖരായ 70ഓളം സ്വഹാബത്ത് ഈ രണാങ്കളത്തിൽ
മരണപ്പെട്ടു. ഏതായിരുന്നാലും ഈ സ്ഥലമാണ്, ഇതിന്റെ നക്ഷയാണ് കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ബദറിന്റെ രണാങ്കണം എന്ന് പറയുന്നത്. അവിടെ 4 സ്വഹാബത്തുണ്ട്. അവിടെ പോയാൽ കെട്ട് കാണാം. എല്ലാവരെയും ഒരു ഖബറിലായിരുന്നു നേരത്തെ മറമാടിയിരുന്നത്. പിൽക്കാലത്ത് ഒരു മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ അതിന്റെ മുകളിൽ നിന്ന് മണ്ണൊലിച്ചു പോവുകയും അതിന്റെ ഫലമായി ആ ശരീരം ഒരു കേടുപാടും കൂടാതെ പിൽക്കാലത്ത് കണ്ടെടുക്കുകയും ചെയ്തതിന് ശേഷം പിന്നെയുള്ള ആൾക്കാർ 2 ആൾക്കാരെ വീതം 2 ഖബറിലാക്കി മറവ് ചെയ്തു. ആ ഖബർ നമുക്കവിടെ കാണാം. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ്, മുസ്അബ് ബിൻ ഉമൈർ, അതുപോലെ മഹാനായ ഷമ്മാസ് ബിൻ ഉസ്മാൻ, അതുപോലെ മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു, ഈ 4 ആൾക്കാരെയും 2 ഖബറിലായി മറമാടിയത് അവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയിട്ട് കാണാം. അവളുടെ കെട്ടാണ്, ചെറിയ കെട്ടിങ്ങനെ അല്ലേ, ആ കെട്ടിനുള്ളിലാണ് ആ 4 ആൾക്കാർ കാണല്ലേ, കെട്ട് കാണല്ലേ, ചെറിയൊരു കെട്ട് കാണല്ലേ, അവിടെ 2 കല്ലൊക്കെ കാണുന്നുണ്ട്. അതിനുള്ളിലാണ് ഈ 4 ആൾക്കാരെയും മറമാടിയിട്ടുള്ളത്. ജബൽ റുമാത്ത് എന്ന് പറയുന്ന പർവ്വതം ആൾക്കാർ കയറിക്കാണ്. അതാണ് ജബൽ റുമാത്ത് എന്ന പർവ്വതം. ഇത് മസ്ജിദ് ശുഹദ, പിൽക്കാലത്ത് അടുത്ത കാലത്ത് 8 കൊല്ലം മുമ്പ് വിൽക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദ് ശുഹദ. ഈ യുദ്ധത്തിലാണ് ഹംസല റളിയല്ലാഹു തആല അൻഹു വഫാത്തായത്. മദീനത്തെ ഏകദേശം 70ഓളം പ്രമുഖരായ സ്വഹാബികൾ മരിച്ചത് ഈ ഉഹദ് യുദ്ധത്തിലാണ്. അത് ഹിജറയുടെ 3-ാമത്തെ വർഷം ശവ്വാൽ മാസത്തിൽ നടന്ന യുദ്ധമായിരുന്നു. മകൾ ഫാത്തിമ ബീവിയുടെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. ആ വീട്ടുവളപ്പിലുള്ളത് നമ്മുടെയൊക്കെ പണ്ട് അതാണ്. എന്നാൽ പുറത്ത് കാണുന്ന ഈ ഭാഗങ്ങൾ 1300 വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിക്കപ്പെട്ട ഈ കോട്ടയുടെ ഭാഗങ്ങളാണ്. ഇപ്പോൾ നാം കാണുന്നത് മദീന പള്ളിയിലേക്കുള്ള വാക്കുവയാണ്. നാം ഉള്ളത് കിബിലത്തിൽ നിന്ന 2 കിബിലയുള്ള പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്നു ചെല്ലും പൂണ്ടേ പാതയാണ് എങ്കിലും ഞാൻ പാദമാണ്. പാദമേറിയ ജീവിതം മനമാണ്. പാട്ടുകാരാണ് പാടിയത് ഞാനങ്ങയാണ്. പാലിനാണ് പിതാനാണ്. ശാന്തി പൂക്കും നാട്ടിലങ്ങ് വിളങ്ങിടുന്ന മദീനയിൽ ശാഫിയായ ഹബീബരെ പല നാളിലണയണം. ഒരു വിളി കാത്തു കഴിയണം. തിരുവള്ളേലും മദീനത്തെ മലരിൽ മരതകാമണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം കാത്തിരിപ്പുണ്ട്. മഹാരാജാറസൂലിനെ മാടി മാടി വിളിച്ചു കണ്ട് മഹിതഭൂമിയിലൊന്ന് ചെല്ലും പൂതിയും കൊണ്ട് പൂവിന്റെ കവിതടന്തരലങ്കാരം പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ട ബഹുമതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാര തിരുമേനി മണത്തവരി ജഗനീകാരം. ഒരു തീരിണരാവ് റസൂലല്ലാഹ് ഒന്നാപ്പൂമുഖ ദർശന സൗഭാഗ്യം തരുമോന്നില്ല. എന്നാണെന്റെ കിന ഒരു തീരിണരാവ് റസൂലല്ലാഹ് ഒന്നാപ്പൂമുഖ
കാഞ്ചന സൗഭാഗ്യം തരുമോന്നില്ല ൂരിന്റെ കവിൾ തടമെന്തരലങ്കാരം പൊന്നൂരിന്റെ പ്രഭാകിരണങ്ങൾ എന്ത് ചമൽക്കാലം ആശയുണ്ടേ ആസവിധത്തെ കണയാൻ എത്ര കാലം ഞാനിനിയും പാതിരിക്കണം കണ്ണാൽ കാണണം കണ്ണാൽ കാണണം കാലം തൊട്ടേ ഓമൽ നബിയുടെ മദീഹ് കേട്ടേ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഓമൽ നബിയുടെ മദീഹ് കേട്ടേ ആശിഖായി കണ്ട കിനാക്കൾ പൂവണിഞ്ഞിടുമോ ഹൈറു അംബിയ എന്നും ബലങ്ങൾ തീർത്തു തന്നിടുമോ റൗള കാട്ടി തന്നിടുമോ മണിമുത്തിനൂരേ നല്ല മണിമുത്തിനൂരേ കിനാവ് കണ്ട് ഞങ്ങളിന്നേ മതിന് ചൊല്ലി മതിന് ചൊല്ലി മദന നിലാവേ നല്ല മദന നിലാവേ മദന് തേടി ഞങ്ങളിന്ന് മദന് പാടി മദന് പാടി